കിടക്കാം. നന്ദിനി, അച്ഛനും മുത്തച്ഛയൊക്കെ എന്താ മുറിയിൽ കിടക്കാത്തെ? അവര് അവിടെ കിടന്നോളാം പറഞ്ഞു സർ. സത്യം പറ, അങ്ങനെ മതിയെന്ന് താനങ്ങനെ അവരോട് പറഞ്ഞോ? ഇല്ല, അവർക്കെല്ലാവർക്കും അങ്ങനെ കിടക്കാനാ സൗകര്യം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. അതല്ലാതെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? ഒരു പ്രശ്നമില്ല സർ. ആ സർ. എന്താ? താങ്ക്സ്. അതെന്തിന്? എന്റെ കുടുംബത്തിനോട് സാർ ഇത്രയും സ്നേഹം കാണിക്കുന്നില്ലേ? എല്ലാവർക്കും എന്താ ഇഷ്ടാന്നറിയോ സാറിന്? ഇവിടെ എല്ലാരും കൂടി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുമ്പോ സാറല്ലേ അവരെ സംരക്ഷിച്ച്? അതിനാ ഞാൻ നന്ദി പറഞ്ഞ. സത്യം പറഞ്ഞാലേ ഈ നന്ദി പറച്ചിൽ കൊണ്ട് ഞാനിപ്പോ ശരിക്കും അങ്ങ് പൊറുതി മുട്ടിരിക്കുക. താൻ അച്ഛനോടും മുത്തശ്ശിയോടും പിള്ളേരോടും ഒക്കെ പറയണം ഇനി എന്നോട് നന്ദി പറയരുതെന്ന്. നന്ദി പറയുമ്പോഴേ എനിക്കെന്തോ ഒരു അകലം വരുന്ന പോലെ. ഞാൻ പറയാം. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചാ? എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് അടങ്ങ് ചോദിച്ചേക്കണം. അതിന് ഈ അനുവാദം ചോദിക്കലൊന്നും വേണ്ട കേട്ടല്ല. അല്ല, സാധാരണ സാർ എന്ത് കാര്യം ചെയ്യുന്നതും അമ്മയെ ദേഷ്യം പിടിപ്പിക്കാനായിട്ടാണല്ലോ. ഇപ്പോ എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നതും അതിന് തന്നെയാണോ? സത്യം പറയണം എന്നോട്. എടോ, ഈ വരണ്ടു കിടക്കുന്ന മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളം വീഴുമ്പോ ഒരു സുഖമില്ലേ? ഏതാണ്ട് അതുപോലെയാണ് തന്റെ ഈ കുടുംബത്തിന്റെ വരവും. അല്ലെങ്കിൽ താനൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനും ഒരു കുടുംബത്തിന്റെ അകത്താണ്, എല്ലാവരും ചുറ്റുമുണ്ട്. പക്ഷേ എവിടെ നിന്നെങ്കിലും ഒരു നല്ല നോട്ടം, ഒരു വാക്ക് ഞാൻ കേൾക്കുന്നുണ്ടോ? പക്ഷേ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ഉള്ള ഗുണം എന്താണെന്നറിയോ? അവർ ചിരിക്കുന്നതിൻ്റെയും കരയുന്നതിൻ്റെയും ഒന്നും കണക്ക് നോക്കാറില്ല. അവർ ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കും, കരയാൻ തോന്നുമ്പോൾ കരയും. ഉള്ളു തുറന്ന് എല്ലാവരും സ്നേഹിക്കുകയും ചെയ്യും. എനിക്ക് അവരെല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. അതെ, സന്തോഷമായോ? എന്നാലേ ഈ സന്തോഷം നമുക്കൊന്ന് ആഘോഷിച്ചാലോ? എങ്ങനെ? ഈ മുറിയിലാണോ ആഘോഷത്തിന് പഞ്ഞം? ദേ ഇരിക്കുന്നത് കണ്ടില്ലേ കുട്ടന്മാര്, അതെടുത്തു വെച്ച് നമുക്ക് രണ്ടെണ്ണം അടിച്ചാലോ? രണ്ടെണ്ണം എനിക്ക്, രണ്ടെണ്ണം തനിക്ക്. താൻ അത് കഴിഞ്ഞിട്ട് പുറത്തേക്കൊന്നും പോണ്ട. റൂം നമുക്ക് ലോക്ക് ചെയ്യാം. താൻ കഴിച്ചൊന്നും അവരാരും അറിയാനും പോകുന്നില്ലല്ലോ. അപ്പൊ അത് ശരി, എന്നെ കൂട്ടുകക്ഷിയാക്കിയിട്ട് വെള്ളടിക്കാനുള്ള പരിപാടിയാണല്ലേ? വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ലേ മോനെ? എന്റെ സ്വഭാവം മാറുവേ. വേണ്ടേ? വേണ്ടേ വേണ്ട. കഴിക്കുന്നെങ്കിൽ ഒരുമിച്ച്, ഇല്ലെങ്കിലും രണ്ടാളും ഒരുമിച്ച്. എന്നാ കഴിക്കണ്ട. ആ പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ? അയ്യോ, പറഞ്ഞത് ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അങ്ങനെ ചോദിച്ചേ. എന്നാ പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദ്യം പോരട്ടെ? ഞാനേ അവരുടെ കൂടെ പോയി കിടന്നോട്ടെ? പൊയ്ക്കോ. കൊറേ ദിവസത്തെ കഥകളൊക്കെ പറയാൻ കാണില്ലേ? മാത്രമല്ല നിങ്ങൾ ചേച്ചി അനിയത്തിമാരും കൂടെ ചേർന്നാ നല്ല രസമല്ലേ? ചെല്ല്, പോയി കിടന്നോ. അവരുടെ കൂടെ പോകോ. ചെല്ല്, ചെല്ലടോ. സാറ് ഇതിലേതെങ്കിലും ഒരു വിരൽ തൊട്ടെ. എന്താ കാര്യം? ഞാൻ അവരുടെ കൂടെ പോയി കിടക്കണോ അതോ ഇവിടെ കിടക്കണോന്ന് അറിയാനാ. ഏതെങ്കിലും ഒരു വിരൽ തൊട്.
ഉം.